ഹായ് നമുക്ക് ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമുക്ക് ടെക്നിക്കൽ അനാലിസിസിൻ്റെ കുറച്ച് ബേസിക്സ് കാര്യങ്ങൾ നോക്കാം. ഒന്നുമില്ല, സപ്പോർട്ട് റെസിസ്റ്റൻസ് അതെങ്ങനെയൊക്കെ വരാം, ഇങ്ങനെയൊക്കെ പോകാം എന്നൊക്കെയുള്ള രീതിയിൽ ജസ്റ്റ് ഒരു ഐഡിയ. അതായത് ഇപ്പോൾ തുടക്കക്കാർക്ക് ജസ്റ്റ് ഇപ്പം സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്താണെന്ന് പെട്ടെന്ന് അറിയത്തില്ലായിരിക്കും. അല്ലാതെ ഇപ്പോൾ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്, എന്താണ് IPO, എന്താണ് അത്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതുപോലെ അത് വീഡിയോ ചെയ്ത് ഒരുപാട് നല്ല ചാനലുകളുണ്ട്, ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ കിട്ടും. ഓക്കെ, നമ്മളിപ്പോൾ ഈ ഒരു ചാനൽ ഉദ്ദേശിക്കുന്ന ടെക്നിക്കൽ അനാലിസിസിനെ പറ്റിയുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഒരു ആധികാരികതയിലോട്ട് ഇറങ്ങിപ്പോയി സെബിയുടെ നിയമങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് കുറച്ച് സ്വിംഗ് ട്രേഡ് ചെയ്യുന്നു, സ്വിംഗ് ട്രേഡിനകത്ത് കുറച്ച് പ്രോഫിറ്റ് കിട്ടുന്നു. അപ്പം ജസ്റ്റ് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ ലോങ് ടൈമിൽ എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള കുറച്ച് ഐഡിയകളും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ വീഡിയോക്കകത്ത് കിട്ടും, ചാനലിനകത്ത് കിട്ടും. അപ്പോൾ ഓക്കെ, നമുക്ക് എൻ്റെ ഒരു വീഡിയോ ഞാൻ ഫ്രണ്ടിന് അയച്ചു കൊടുത്തപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കും. കാരണം എന്താണ് ആ വരച്ചതിൻ്റെ ഒരു ലോജിക്ക്, അത് ഞാൻ പലപ്പോഴും എല്ലാ വീഡിയോക്കകത്ത് ഞാൻ പറയുന്നുണ്ട് എന്തുകൊണ്ട് അങ്ങനെ വരച്ചു വന്നു, അതൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ എന്താണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് അറിയാത്ത ഒരാൾക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പഠിക്കണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ഇപ്പോൾ നമ്മുടെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാലും മനസ്സിലാകണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്, അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം നമുക്കിപ്പോൾ ഒരു കാര്യം നമുക്ക് നോക്കാം. എന്താണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇപ്പം ഒരു ലൈൻ കാണാം. നമ്മൾ ചാർട്ടൊന്നും എടുക്കുന്നൊന്നുമില്ല, ജസ്റ്റ് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരിത് മാത്രം. ജസ്റ്റ് ക്ലോൺ ചെയ്തൊന്ന് താഴോട്ട് വെച്ചു. ഇപ്പോൾ ഒരു 2 ലൈൻ നമ്മളിപ്പോൾ വരച്ചു. ഒരു ഇമാജിനറി ലൈനാണത്. നമ്മുടെ സ്കൂളിലൊക്കെ ഇക്വേറ്റർ എന്നൊക്കെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു ഇമാജിനറി ലൈൻ. അങ്ങനെ ഒരു ലൈനും മറ്റേതിനകത്ത് നമുക്കൊരു ഊഹിച്ച് നമ്മളൊരു കുറേ എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ നമുക്കത് വരയ്ക്കാൻ പറ്റും തന്നെ. നമുക്ക് തന്നെ അത് കാണാൻ പറ്റും, ഇങ്ങനെ വരയ്ക്കുക എന്നുള്ള രീതിയിൽ. അത് ഓൾറെഡി പ്രീ ആയിട്ട് വരച്ച് വെച്ചേക്കുന്നൊരു സാധനം ആയിരിക്കത്തില്ല ഒരു ചാർട്ട്. അതല്ല ഫ്രഷ് ചാർട്ട് വരച്ചാലും ആൾക്കാർ പെട്ടെന്ന് വരയ്ക്കുന്നുണ്ടല്ലോ. അതിൻ്റെ ഒരു ഐഡിയയാണ് നമ്മൾ പറയുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു സപ്പോർട്ടിൽ എത്തിയിട്ട് എപ്പോഴും ചാർട്ട് തിരിച്ചു പോകുന്ന കാണാം. ആ ഒരു ഏരിയയിൽ എത്തിയിട്ട് അത് തിരിച്ച് താഴോട്ട് വരുന്ന കാണാം. അങ്ങനെ നടന്നിട്ട് ചിലപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് പോലെ അത് നടക്കുന്നു. പിന്നെ അത് പൈസ കുറേ മുകളിലോട്ട് പോകുന്നു. അല്ലെന്നുണ്ടെങ്കിൽ പൈസ ഇപ്പം റിവേഴ്സ് താഴോട്ട് ബ്രേക്ക് ചെയ്യുന്നു, പിന്നെ പൈസ താഴോട്ട് പോകുന്നു. അതിൻ്റെ ലോജിക്ക് എന്തോ നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ബയ്യേഴ്സ് കൂടുതലുണ്ടെന്ന് അതിനർത്ഥം. റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് സെല്ലേഴ്സ് അവിടെ കൂടുതലുണ്ടെന്ന് അർത്ഥം. അതായത് ഇത്രയേ ഉള്ളൂ. സപ്പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ബയ്യേഴ്സ് കൂടുതലുണ്ട്. അതായത് ആവശ്യക്കാർ കൂടുമ്പോഴത്തേക്ക് പൈസ മുകളിലോട്ട് കൂടുന്നു. അല്ലാതെ ഒരുപാട് അങ്ങനെ പഠിച്ചു പോകണ്ട, ജസ്റ്റ് ബേസിക് ഒന്ന് ഓർത്തിരുന്നാൽ മതി. മനസ്സിലാക്കിയാൽ അത് ഒരുമാതിരിപ്പെട്ട ചാർട്ടിനകത്തെല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പം പിന്നെ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് സെല്ലേഴ്സാണ് കൂടുന്നത്. ബയ്യേഴ്സിനെക്കാട്ടി കൂടുതൽ സെല്ലേഴ്സിനാണ് ഇൻട്രസ്റ്റ് കൂടുന്നത്. അപ്പോൾ അത് താഴേക്ക് വരുന്നു എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു ലോജിക്ക്. പിന്നെ ചില ചാർട്ടിനകത്ത് നമുക്ക് കാണാൻ പറ്റും സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയി കഴിഞ്ഞാൽ അത് തിരിച്ച് അവിടെ ഒരു തട്ടി, പിന്നെ അങ്ങനെ ചിലപ്പം ചില ചാർട്ടിൽ കാണാൻ പറ്റും. അങ്ങനെയും കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് അതിൻ്റെ ഒരു ലോജിക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സപ്പോർട്ട് ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ആ താഴത്തെ ആ റെസിസ്റ്റൻസ് പിന്നെ ഒരു സപ്പോർട്ടായിട്ട് മാറും. ഒരു സപ്പോർട്ടായിട്ട് പിന്നെ മാറും. പിന്നെ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സപ്പോർട്ട് ഒരു റെസിസ്റ്റൻസായിട്ട് മാറും. മനസ്സിലായി? അതായത് ഇത്രേ ഉള്ളൂ. ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയാൽ ആ ഒരു സപ്പോർട്ട് ഇമാജിനറി ലൈൻ അത് പിന്നെ ഒരു റെസിസ്റ്റൻസായിട്ട് മാറും. അതേപോലെ തന്നെ നമ്മളൊരു ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുമ്പോഴാണ് ഇപ്പോഴും ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത്. അതൊരു റെസിസ്റ്റൻസ് ആണ് എപ്പോഴും ബ്രേക്ക് ചെയ്യുന്നത്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ഇപ്പം പ്രൈസ് മണ്ടക്കോട്ട് പോയിട്ട് ചിലപ്പോൾ തിരിച്ചവിടെ റീടെസ്റ്റ് ചെയ്യാം, തിരിച്ചത് തട്ടാം. അതിനർത്ഥം എന്ന് പറയുമ്പോഴത്തേക്ക് അത് പിന്നീട് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു എന്നാണ് അതിനർത്ഥം. ഇപ്പോൾ ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് അതിൻ്റെ ഒരു ഐഡിയ തന്നെയാണ് എപ്പോഴും നമ്മളിപ്പോൾ കാണുന്ന ഈ ട്രയാങ്കിൾ പാറ്റേണിനകത്തും. ഇപ്പം പല ട്രയാങ്കിൾ പാറ്റേൺ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പല അത് കാണുമല്ലോ. ഇപ്പോൾ അതിനകത്ത് അത് ഇത് തന്നെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ താഴോട്ട് ഒരു ബ്രേക്ക് ഡൗൺ പോലെ താഴോട്ട് ഇങ്ങനെ പോകുന്നു. ട്രയാങ്കിൾ തന്നെ പല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ട്രയാങ്കിൾ പാറ്റേൺ തന്നെ, അതായത് ഇപ്പം ഇങ്ങനൊരു ട്രയാങ്കിൾ നമുക്ക് കാണാം. പലതും അസെൻഡിങ് ഡിസെൻഡിങ് എന്ന് പറഞ്ഞിട്ട് പല രീതിയിലുണ്ട്. ഇപ്പം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനൊരു ട്രയാങ്കിൾ കാണാം. ഇപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു സിമ്മട്രിക്കൽ ട്രയാങ്കിൾ നമുക്കത് അറിയാം. ഇപ്പോൾ ജസ്റ്റ് നമുക്കത് കാണുമ്പോഴത്തേക്ക് ഇപ്പം ഇങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ് കൊടുക്കുന്നത് നമുക്ക് കാണാം. മനസ്സിലായോ? അത്രേ ഉള്ളൂ, അല്ലാതെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല ഇതിനകത്ത്. പിന്നെ അത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമുക്ക് പല കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. ഇപ്പം ഒരു ചാനൽ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ചാനൽ എന്ന് പറയും, ഒരു ചാനൽ പാറ്റേൺ എന്ന് പറയും. ഈ കാണുന്നൊരു സാധനം ഒരു ചാനലിനകത്ത്, ഒരു ചാനൽ റെക്ടാങ്കിൾ ഒരു ചാനലിനകത്ത് ചിലപ്പോൾ അത് അങ്ങനെ വരാം, ചിലപ്പം ഇച്ചിരി മുകളിലോട്ട് വരാം, ചിലതൊരു താഴോട്ടായിരിക്കും. അത് പല ആംഗിളിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സെയിലിൻ്റെ ചാർട്ട് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ സെയിലിനകത്ത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും.
ഇതൊരു ട്രെൻഡ് ലൈൻ എന്ന് പറയുമ്പോഴത്തേക്കും സെയിം ലോജിക്ക് തന്നെ, ഒരു റെസിസ്റ്റൻസ് ഏരിയ. ഓക്കെ, നമ്മൾ വേണമെങ്കിൽ ഇതിനൊരു വരച്ച് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു നമുക്കൊരു ചാനൽ പാറ്റേൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത്രേ ഉള്ളൂ. റെസിസ്റ്റൻസ് സപ്പോർട്ട് ഇങ്ങനെ റെസിസ്റ്റൻസ് എടുത്തു. പിന്നെ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി, നമുക്കിവിടെ കാണാൻ പറ്റും ഈ ഒരു ഏരിയയിൽ. എന്നിട്ട് തിരിച്ചു തന്നു. അതായത് ഈ കാണുന്ന റെസിസ്റ്റൻസ് പിന്നെ അവിടെ സപ്പോർട്ടായിട്ട് എടുത്തു. അതാണ് നമ്മൾ മുമ്പ് പറഞ്ഞത്, ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയാൽ പിന്നെ അതൊരു സപ്പോർട്ടായിട്ടായിരിക്കും അത് ആക്ട് ചെയ്യുന്നത്. സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴെ പോയി കഴിഞ്ഞാൽ ആ ഒരു സപ്പോർട്ട് ഒരു റെസിസ്റ്റൻസ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനൊരു മൂവ്മെൻറ്റ്, ചിലപ്പം ഇങ്ങനെ താഴോട്ട് വന്നു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇങ്ങനൊരു മൂവ്മെൻറ്റ് കൊണ്ട് ചിലപ്പോൾ താഴോട്ട് പോകാം. നമുക്കത് പറയാൻ പറ്റത്തില്ല. പിന്നെ എല്ലാം നമുക്ക് മാർക്കറ്റ് നമുക്ക് ആകെപ്പാടെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഷെയർ മാർക്കറ്റിൽ നമുക്ക് റിസ്ക് മാനേജ് ചെയ്യുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ചെയ്യാറുള്ളൂ. അതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? ഒന്ന്, നമ്മുടെ പൊസിഷൻ, അതായത് നമ്മളിപ്പോൾ 1000 ഷെയർ മേടിച്ചാൽ അത്രത്തിന് നഷ്ടം സഹിക്കണമല്ലോ. അപ്പോൾ നമ്മുടെ ഒരു നഷ്ടത്തിൻ്റെ ഒരു കപ്പാസിറ്റി അനുസരിച്ചിട്ട്, നഷ്ടം സഹിക്കാനുള്ള കപ്പാസിറ്റി അനുസരിച്ച് അതിൻ്റെ എണ്ണം കുറയ്ക്കുക, മനസ്സിലാവും. പിന്നെ സ്റ്റോപ്പ് ലോസ് വെക്കുക. എപ്പോഴും ഒരു സ്വിംഗ് ട്രേഡ് ചെയ്യാൻ ഒരു സ്റ്റോപ്പ് ലോസ് എപ്പോഴും വെക്കണം, മനസ്സിലായി. അത് നമുക്കത് പിന്നെ വരുന്ന ചാനലെല്ലാം നമ്മൾ ഒരു ഇതനുസരിച്ച് നമ്മൾ മാറ്റി വരയ്ക്കുകയാണ് നമ്മളിപ്പോഴും ചെയ്യുന്നത്. അതായത് ഇപ്പം ബ്രേക്ക് ഔട്ട് കടന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അടുത്തൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് എവിടെ എടുക്കുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അതിനനുസരിച്ച് ഇംപ്രവൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് ഓരോ വീഡിയോസ് കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ ഒരുപാട് വീഡിയോസ് ഇനിയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം ബിഗിനേഴ്സിനാണെങ്കിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ. ഇപ്പോൾ ഇത്രേ ഉള്ളൂ. നമുക്കിത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതിൽ ചെറിയൊരു ഡൗൺ ട്രെൻഡ് പോലെ ഇങ്ങനെ വന്ന് നിൽക്കുന്നു, ഇങ്ങനെ ഇതിനകത്ത് നിൽക്കുന്നു, അത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുന്നു. നമുക്കുണ്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് ഒരെണ്ണം കണ്ടുപിടിക്കാം. അതാണ് റെസിസ്റ്റൻസ് വന്നു, അത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി. ഇപ്പം അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു ചാനൽ പോലെ നമുക്ക് ഇവിടെ ഇങ്ങനെ വരയ്ക്കാം. ചാർട്ട് മൊത്തം കുളമാക്കിയിട്ടുണ്ട്. ജസ്റ്റ് അത് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളിങ്ങനെ വരച്ചു. ഇപ്പോൾ അത് ബ്രേക്ക് ആയ കേട്ടോ, ബ്രേക്ക് ആയിട്ട് ആ ഒരു ഏരിയയിലോട്ട് ഇപ്പോൾ നമുക്കിത് വിടാം. ഈ ഒരു സാധനം കളയാം. ഇപ്പോൾ അത് ബ്രേക്ക് ആയിട്ട് പിന്നെ ആ ഒരു താഴേക്ക് തിരിച്ച് താഴോട്ടൊരു പോക്ക് പോയേക്കുന്നുണ്ടോ, അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. അതായത് ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴെ പോയി, പിന്നെ അത് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് അത് ആക്ട് ചെയ്തു, പതുക്കെ തിരിച്ചു വന്നു. അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ ഒരുപാട് വലിയ ഐറ്റങ്ങൾ ഒരുപാട് പഠിക്കുന്നതിലും ബെറ്റർ ബേസിക്കിലൂടെ എപ്പോഴും ബേസിക്സിൽ തന്നെ നിൽക്കുന്ന കാര്യങ്ങളിലേക്ക് എപ്പോഴും ബെറ്റർ. ഇത്രയൊക്കെ ഉള്ളൂ. ഒരുപാട് വലിച്ച് നീട്ടുന്നില്ല. കാരണം ഞാൻ തന്നെ തുടക്കത്തിൽ വലിച്ചിരുന്ന ഒരുപാട് വീഡിയോയുടെ ലെന്ത് കൂടിപ്പോകുന്നു. പിന്നെ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ കാണട്ടെ എന്നുള്ള രീതിയിൽ, പിന്നെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഐഡിയ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ ഈ ഒരു വീഡിയോയും കൂടെ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യാം. കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലും നമ്മുടെ ഒരു വീഡിയോ ഒക്കെ അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു വീഡിയോ കാണുമ്പോഴെങ്കിലും മനസ്സിലാകണമല്ലോ, ഇന്നാണ് വരച്ചേക്കുന്നത്, അല്ല കേരള ട്രേഡർ ഇന്ന സാധനമാണ് വരച്ച് വെച്ചേക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഐഡിയയും കിട്ടാതിരിക്കുന്നതിലും ബെറ്റർ അറ്റ്ലീസ്റ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് അറിയാവുന്നവർക്ക് കണ്ടാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ നമ്മുടെ വീഡിയോസ്. പക്ഷേ എന്നാലും പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്, കാരണം ഇപ്പോൾ ഒരു ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ആരുമില്ല. എന്താണ് ടെക്നിക്കൽ അനാലിസിസ്, എന്താണ് സപ്പോർട്ട്, ഒരുപാട് എങ്ങനെ വീഡിയോ തപ്പണം, ബൈ ചാൻസ് അവർക്കിത് കാണുമോ അല്ലെങ്കിൽ അവർക്ക് കിട്ടുമോ, ഈ ഒരു വീഡിയോ കിട്ടുമോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെന്ന് വെച്ചു. കാരണം എനിക്കും അധികം ബേസിക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു. പിന്നെ എല്ലാവരുടെ അനാലിസിസ് എപ്പോഴും 100% ശരിയാവണമെന്നോ ലോസ് വരാത്ത അങ്ങനെ ഒരു എല്ലാം തികഞ്ഞൊരു ട്രേഡറോ അങ്ങനത്തെ ഒരാളില്ല. പിന്നെ അത് കൺട്രോൾ ചെയ്യുന്നില്ല കാര്യം. പിന്നെ നമ്മൾ പിന്നെ കോഴ്സ് ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാനലോ അല്ലെങ്കിൽ പ്രീമിയം ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനത്തെ സംഭവമല്ല ചെയ്യുന്നത്. ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു, അത് കണ്ട് പുതിയൊരാൾ പഠിക്കുന്നെങ്കിൽ പഠിക്കട്ടെ എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് മുന്നോട്ട് വരട്ടെ എന്നുള്ള രീതിയിൽ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയ്ക്ക് ഉള്ളൂ കാര്യങ്ങൾ പറയാനായിട്ട്. എല്ലാം ബേസിക് തന്നെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പല രീതിയിൽ പല റെസിസ്റ്റൻസ് പല ആംഗിളിൽ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ ബുള്ളിഷ് ഫ്ലാഗ്, ബെയറിഷ് ഫ്ലാഗ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാടുണ്ട്. പെന്നൻറ്റ്, പിന്നെ ഹെഡ് ആൻഡ് ഷോൾഡർ, ഡബിൾ ടോപ്പ്, ഡബിൾ ബോട്ടം, അങ്ങനത്തെ ഒരുപാട് പാറ്റേൺസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കുമ്പോൾ മനസ്സിലാവും. എല്ലാത്തിനും ബേസിക് ഈ ഐറ്റമൊക്കെ തന്നെ. സപ്പോർട്ട് റെസിസ്റ്റൻസ് അതിനപ്പുറത്തോട്ട് വേറൊന്നും ഇല്ല ഈ ഒരു ടെക്നിക്കൽ അനാലിസിസിൽ ബേസിക്കായിട്ട്. അതാണ് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കാര്യം. പിന്നെ കുറേ വരച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും മനസ്സിലാവും. അപ്പം അത്രയ്ക്കേ ഉള്ളൂ. എല്ലാവരും നന്നായിട്ട് ചാർട്ട് നോക്കുക, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് കിട്ടണമെന്ന് ആശംസകളുണ്ട്. താങ്ക് യു. അടുത്തൊരു വീഡിയോ കാണാം.